ചങ്ങന്മാരെ, ഞാനിന്നിട്ടല്ലോ ഒരു മലപ്പുറം ഭാഗത്തോട്ടൊരു യാത്രയിലായിരുന്നു. ഈ സമയത്തുണ്ടല്ലോ നമ്മളെ റോഡ് സൈഡിലൊരു സിംഗർ കണ്ടിട്ടോ. സംഭവം പാണ്ടിക്കാടുള്ള മുബഷിർ അറിയും, നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാണ്. അപ്പോൾ എന്തായാലും ആളുകൊണ്ടുള്ള ഒരു 5 മിനിറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കോട്ടക്കുന്നിലോട്ട്. നമുക്ക് കുറച്ച് പാട്ടൊക്കെ ഒന്ന് പാടിച്ചു നോക്കല്ലേ? ഹലോ, എന്തെല്ലാം വിശേഷങ്ങൾ? പിന്നെ എനിക്ക് വേണ്ടി ഒരു കുറച്ച് സമയം തരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് പാട്ടൊക്കെ പാടിയെന്നൂടെ? ഓക്കെ. അപ്പോൾ നിങ്ങളെ പേരൊന്നും പരിചയപ്പെടുത്താൻ പറ്റുമോ? എൻ്റെ പേര് മുബഷിറ സലീം എന്നാണ്. മുബഷിറ സലീം, അങ്ങനെയാണ് അറിയപ്പെടൽ ഇപ്പോൾ. മുബഷിറ എന്നാണ്, പക്ഷെ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മുബഷിറ സലീം എന്നങ്ങനെ വെച്ചെടുത്തിട്ട് ആ ഒരു പേരിലാണ് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടൽ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറാണ്. കുറച്ചൊക്കെ അല്ലേ? ഇപ്പം എത്ര ഫോളോവേഴ്സായി ഇൻസ്റ്റാഗ്രാമിൽ? ഇപ്പോൾ 49 ആയിട്ടുണ്ട്. 49 ആയിട്ടുണ്ട് അല്ലേ? നന്നായി പാട്ടൊക്കെ പാടൂലേ? കുഴപ്പമില്ല, ചെറുമട്ടത്തിലൊക്കെ അങ്ങനെ പാടും. പക്ഷെ നിങ്ങൾ ഉമ്മയും മക്കളും കൂടിയാണ് പാടാറുള്ളത് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടി ഫസ്റ്റ് നിങ്ങളെ വൈറലായ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ മാപ്പിള പാട്ട് നമുക്ക് വേണ്ടി അതിൽ തന്നെ പെട്ടെന്ന് തുടങ്ങും. കാരണം പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് അവർക്ക് അറിയാൻ താല്പര്യമുണ്ടോ, അതുകൊണ്ടാണ്. ഞാൻ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് പാടാം. സൗണ്ടിന് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടല്ലോ, ജലദോഷമൊക്കെ ആയിട്ട്. അപ്പോൾ സൗണ്ട് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. മദിനേശം തിരുനാത്തിൻ അകം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊഴിയാലിതു തെളിവാകി താനം മനവിംഗവയടനമി ചങ്കമി ഹന്തക്കിലായി മുതിനൂറിൻ ചാരമൊളിയേകി ചാരണതിൽ സാരമതോതിടനായി ബിന്ദം തോഷമതിൽ താശമതാൽ അരികൂരിൽ അരുമേൽ മുഷവരത്താലേ കൂടിടലായി. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. പിന്നെ 3 മക്കളാണ്, ആൺകുട്ടികളാണ്. കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും പാട്ട് പാടും അല്ലേ? എല്ലാവരും പാട്ടൊക്കെ പാടും. ഇക്ക പാട്ട് പാടുമോ? ഇക്കും പാടും. ഇക്കാനെ കൊണ്ടൊക്കെ ഇക്കൊക്കെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാടാൻ അറിയില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും, എന്നാലും പാടും. ഫുൾ സപ്പോർട്ടീവാണ്. ഇക്കാൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ ഒരു നിലയിലെത്താനുള്ളൊരു കാരണം. വളരെയധികം സന്തോഷമുണ്ട്. 2ാമത്തെ ഇൻ്റർവ്യൂ ആണ്. പിന്നെ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ക്യൂവിലാണ്. സന്തോഷമാണ് നമുക്ക്. സന്തോഷമാണല്ലേ? എന്താ കല്യാണം കഴിച്ചത് ഹൈദരാബാദിലേക്കായിരുന്നു. ഹൈദരാബാദിലോട്ട് എന്തായിരുന്നു അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കഴിച്ചു വിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഉപ്പയും എൻ്റെ വാപ്പയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉപ്പയും ഉമ്മയെന്നൊക്കെ പറയണത് അവർ ഉമ്മയൊക്കെ ഇവിടെ മലപ്പുറത്തുള്ളതാണ്, ഉപ്പ ഞങ്ങളവിടെ പാണ്ടിക്കാടുള്ളതാണ്. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ ഡ്യൂട്ടിക്കും വേണ്ടിയിട്ട് ഉപ്പ എഞ്ചിനീയറായിരുന്നു. അപ്പോൾ സൈറ്റ് മുഖേന അങ്ങനെ പോയപ്പോൾ മക്കളൊക്കെ പ്രസവിച്ച് അവിടെയാണ് ഉണ്ടായത്. അപ്പോൾ ഹസ്ബൻഡൊക്കെ പഠിച്ചതും വളർന്നതും ജനിച്ചതൊക്കെ അവിടെ ആയതുകൊണ്ട് വലിയ മോനെ കൊണ്ട് ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ചാന്നുള്ള ഉദ്ദേശത്തിൽ ഇന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയതായിരുന്നു. അപ്പം ഞാനവിടെ 10 വർഷം നിന്നു. കുഴപ്പമൊന്നും. അതെ. ഇപ്പം അദ്ദേഹം മലയാളം പഠിച്ചോ അതോ ഹിന്ദി പഠിച്ചോ? അദ്ദേഹം മലയാളം പഠിച്ചും ചെയ്തു, ഞാൻ ഹിന്ദി തെലുങ്കും കൂട്ടത്തിൽ പഠിച്ചു. രണ്ടും പഠിച്ചില്ല. എന്നാലും നമ്മൾ വീണ്ടും ഒരു ഗാനത്തിലോട്ട് പോവുകയാണ്. നമുക്ക് നല്ലൊരു അടിപൊളി മാപ്പിളപ്പാട്ടോ അല്ലെങ്കിൽ ഹിന്ദി ഏതെങ്കിലും ഒരു നല്ല കിടിലൻ സോങ്ങിന് നമുക്ക് വേണ്ടി ചെയ്യാം. ഞാനും മക്കളും പാടിയിട്ട് വൈറലായൊരു സോങ് ഉണ്ട്, അത് ഞാൻ പാടിത്തരാം കേട്ടോ. तुम पे मरते हैं हम मर जाएंगे ये सब कहते हैं हम कर जाएंगे छुटके बरसे दूर से तुम अब मांगे जरा भर दो कल क्या हो किसने देखा सब कुछ आज अभी कर दो हो ना हो सब राजी दिल राजी रब राजी पास आओ गले से लगा लो हमको हमी से चुरा लो दिल में कहीं तुम छुपा लो. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ പാട്ടിലൂടെയാണ് വൈറലായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ചെറുപ്പം തൊട്ടേ പാട്ടൊക്കെ പാടാറുണ്ട്? ചെറുപ്പം തൊട്ട് 4ാം ക്ലാസ് മുതൽക്കേ പാടുന്നുണ്ട്. സ്കൂളിലെ കലോത്സവം ഞാൻ സ്റ്റേറ്റിൽ മാത്രമേ പോവാത്തുള്ളൂ. ജില്ലാ തലത്തിലും പോകാറുണ്ട്. അധികം ഏത് പാട്ടാ പാടിയിട്ടുള്ളത്? അധികം ഞാൻ അറബി, ഉറുദു, മാപ്പിളപ്പാട്ട്, സംഘഗാനം അങ്ങനെയുള്ള ഒരു ലെവലായിരുന്നു.
എല്ലാം പാടും. മാപ്പിളപ്പാട്ടും ഹിന്ദി ഉറുദു ഒക്കെ പാടും. തമിഴ് എല്ലാം തമിഴ് പാടും, പക്ഷെ തമിഴ് എനിക്ക് അത്രക്ക് ഇഷ്ടമല്ല. പക്ഷെ എല്ലാരും പറയും പാടുമ്പോ എല്ലാം പാടണം എന്നുള്ളതൊക്കെ. എന്തായാലും പ്രേക്ഷകർ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ പാടാനും പഠിക്കാനും തയ്യാറാണ്. അതെ, പ്രേക്ഷകർ എന്താണോ പറയുന്നത് കമന്റിലൂടെ പറയാറുണ്ടല്ലേ? പറയാനുണ്ട്. അപ്പൊ ചില ആളുകൾ പറയുന്ന ആ ഒരു നെക്സ്റ്റ് സോങ്ങുകളൊക്കെ ഞങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? നമുക്ക് വേണ്ടി ഒരു കിടിലൻ മാപ്പിള പാട്ടും കൂടി അല്ലേ? ആ പാട്ട് എല്ലാവരും അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു പാട്ടാണ്. പക്ഷെ ഞാൻ പാടിയിട്ട് കൂടുതലൊന്നും റീച്ച് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് പാടിയ പാട്ടിൽ ആ ഒരു പാട്ടും പിന്നെ വേറെ അതുപോലെ സാഡ് ഒരു ഹിന്ദി സോങ്ങും ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേട്ടോ. നമുക്ക് അങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പൊ ഞാൻ ആ ഒരു രണ്ടുപേര് ഞാൻ പാടിത്തരാം. വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തര് പൂശി തന്നിടണം, 6 കാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം, ആരവമായി കലിമത്തിൻ മാധുര്യന്ന് മുഴങ്ങേണം. ഓ ഓ ഓ ഒരു രക്ഷയില്ല കേട്ടോ. പാട്ട് അടിപൊളി പാട്ടായിരുന്നു. സംഭവം ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ITA ഭാഗത്തുള്ള മുഖ്താർ മുഹിബുന്നൂർ പറഞ്ഞൊരു ഗായകനാണ്. അറിയാം. അദ്ദേഹം പാടിയ വേറൊരു പാട്ടുണ്ടായിനി, അതായത് നല്ല പൂമുഖ ഭംഗിയത് ആരിലുമില്ല. ആ പാട്ട് അറിയോ? പഠിച്ചിട്ടില്ല, ഞാൻ ട്രൈ ചെയ്തിരുന്നു. നല്ല വെറൈറ്റി ടൂണുകളൊക്കെയാണ് അതില് വരുന്നത്. പഠിക്കണം. അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സോങ്ങും വേണല്ലോ. എപ്പോഴും അടിപൊളി ആവുമ്പോ രസമല്ലല്ലോ. പഠിക്കണം ഇൻഷാല്ലാ. ഇല്ല മക്കള് പാട്ട് പഠിക്കാൻ എല്ലാവരും പറയണ്ടായിരുന്നു ഓരെ വിട്ടാൽ മതി. പക്ഷെ ഓൾക്ക് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അല്ല ഞാൻ പാടുമ്പോ എന്റെ കൂടെ അങ്ങനെ പാടുമ്പോ സ്റ്റുഡിയോക്ക് പോവാന്ന് പറയുമ്പോ അവർക്കൊരു സന്തോഷം. അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഹിന്ദി ഉറുദു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദി ഉറുദു കോഴ്സ് എവിടെ പഠിക്കുന്നത്? ഇവിടെ മലപ്പുറം എലൈറ്റ് കോളേജിലാണ്. കോട്ടപ്പടി. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടി അടുത്തൊരു പാട്ടിലോട്ട് വീണ്ടും പോവാണ്. तेरा ही साथ मांगना, तेरे ही बात तामना, मुझे जाना नहीं कहीं तेरे बिना, तू मुझसे फिर न रूठना, कभी कहीं न टूटना, मेरा कोई नहीं यहाँ तेरे सिवा, हसरते बार 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 यार की करो, ख्वाहिशें बार 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 यार की करो, ख्वाहिशें बार 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 यार की करो, मन्नतें बार 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 यार की करो. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഇപ്പോൾ കത്തി കയറി കൊണ്ടുപോകുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. വലിയൊരു റീച്ച് ഒന്നും ഇല്ല, എന്നാലും ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നുണ്ട്. ഞാനതിന് വല്ലാണ്ട് ശ്രദ്ധിക്കലില്ല. ഒന്നാമത് അധികം ഇൻസ്റ്റാഗ്രാമിലാണ് കളിക്കുന്നത്. അധികം അല്ല, യൂട്യൂബിലായിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമക്ക് വല്ല നീങ്ങിയതാണ്. അതായത് യൂട്യൂബിലാകുമ്പോ നമ്മളെ ഈ പാട്ടുകൾ ഇടല്ലേ നമുക്ക് നടക്കുമല്ലോ, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട്. ഇൻസ്റ്റാഗ്രാമിലാകുമ്പോ പിന്നെ അത് കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്യാന്നുള്ള രീതി. നിങ്ങളുണ്ടല്ലോ ഹൈദരാബാദിലോട്ടാണ് കല്യാണം കഴിച്ചു വിട്ടതെന്ന് പറഞ്ഞു. എന്തായിരുന്നു നിങ്ങൾ അവിടെ പോയുള്ള ഫസ്റ്റ് അനുഭവം? കാരണം നിങ്ങൾ മലയാളം പഠിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ എത്തുമ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? അവിടെ ചെന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അവര് ഉമ്മയും ഒക്കെ മലയാളത്തിൽ സംസാരിക്കും. പിന്നെ ഹസ്ബൻഡിനൊന്നും അങ്ങനെ വല്ലാതെ മലയാളം അറിയില്ല. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ലാംഗ്വേജ് ഉറുദു ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ മനസ്സിലാവും. തിരിച്ച് പറയാനുള്ളൊരു കഴിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഡിക്ഷണറി ഒക്കെ വാങ്ങി ഞാൻ കയ്യിൽ വെച്ച് അങ്ങോട്ട് ഇരുന്ന് പഠിച്ചു. ഫുള്ള് പഠിച്ചു. പിന്നെ നമ്മള് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ചേരനെ തിന്നണ നാട്ടിൽ പോയാൽ ചേരനെ നടക്കണ തിന്നോ എന്ന് പറഞ്ഞ പോലെ, ഞാൻ അവിടെ എത്തിപ്പെട്ടത് കൊണ്ട് തന്നെ അവരടിയിലായതുകൊണ്ട് നമുക്ക് ഹിന്ദി പഠിക്കാൻ എളുപ്പമായി. പിന്നെ എനിക്ക് സ്കൂളിൽ അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ മക്കളെ കൊണ്ടുവിടുന്ന സമയത്തൊക്കെ ആയ
അവർ തെലുങ്കാണ്, ഹിന്ദുസാണ്. അപ്പോൾ എനിക്ക് അവരോട് തെലുങ്കിൽ സംസാരിക്കാൻ, അതിനാണെങ്കിൽ കൂടുതൽ ഹിന്ദി അറിയില്ല, എനിക്ക് തെലുങ്കും അറിയില്ല. അങ്ങനെ പിന്നെ അവരുടെ കയ്യിൽ നിന്നും കുറേ ഇങ്ങനെ കിട്ടി, ഓരോരുത്തരേക്ക് ഇങ്ങനെ നമ്മൾ പിടിച്ചു വാങ്ങണത് പോലെ അങ്ങനെ സംസാരിച്ച് രണ്ടും പഠിച്ചു. നമുക്ക് എല്ലായിടത്തും പിടിച്ചു നിൽക്കാനുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം അത് നല്ലോണം ഉണ്ട്. എന്തായാലും വലിയൊരു പാട്ടുകാരിയാവട്ടെ. ഇനി നമുക്ക് വേണ്ടി ഒരു പാട്ട്, ലാസ്റ്റ് ഒരു കിടിലം പാട്ടിലൂടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോകണം ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് നമ്മൾ പ്രവാസികൾ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. പ്രൈസ് എന്താണെന്നൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതെന്താന്ന് നമുക്ക് അറിയില്ല, വന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ പാടിയ ഒരു 4 വരി കൂടി പാട്ട് ഞാൻ പാടിത്തരാം. 4 വരിയിൽ ആ പാട്ട് ഫുള്ള് പാടണം. വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. ലൈലാ മജ്നൂവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ, ലൈലാ മജ്നൂവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ, ബൈത്തുകൾ മൂളുന്ന കാറ്റലെ കണ്ടോ നീ ആ മാരനെ, ലൈലാ മജ്നൂവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയിലായിരുന്നു ആ പാട്ട്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാറിട്ടാണ് ഈ പാട്ട് പാടി. ഈ പാട്ടിങ്ങനെ കേട്ടപ്പോണ്ടല്ലോ മനസ്സിലോട്ടൊരു പഴയൊരു മാപ്പിള പാട്ട് ഓർമ്മ വന്നു. സുഹറബത്തൂർ സാക്കിയ റാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് അറിയുന്നു പറഞ്ഞോണ്ട് ആ പാട്ടും കൂടി പാടിയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോകും. ഞാൻ അതങ്ങനെ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല, ലിറിക്സ് ഒക്കെ തെറ്റോ എന്നുള്ളത് അറിയില്ല കേട്ടോ, പൊങ്കാല ചെയ്യരുത്. സുഹൃതം താരം ഗുരു ശരഫുടെ നിധി മതി, സന്തോഷ പൊന്തരുൾ ചന്തം മുന്തിര ചന്ദിര തന്ദിര ശോഭി സുരപ്പൊരുൾ കസുറാൻ അഹമ്മദ് പുണർന്ന സുഗന്ധ വല്ലി മികഴ്ന്ന പുകഴ്ന്ന കനി പാരമ്പത്ത് ബിക്കിമ്പം ഫാത്തിമത്ത് സുഹറ മിച്ചമില്ല ക്ഷണം മിച്ചൊരു രോജ മിക മിക തിക സഖി സഖി അലി ഹോജ തരുൾ തരുൾ ബുഷറാനി ബിതൻ പൊരുൾ മകൾ സുഹറ സുഹറ ബത്തൂർ സാക്കിയ സുഹൃതം താരം ഗുരു ശരഫുടെ നിധി മതി, സന്തോഷ പൊന്തരു ചന്തം മുന്തിര ചന്ദിര ചന്ദിര ശോഭി സൂര പൊരുൾ കസുറാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ലേ. പിന്നെ പാട്ടൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ ഇല്ലല്ല, പാട്ട് പഠിക്കാനുള്ള സമയങ്ങളൊന്നും ഇല്ലല്ലേ. കാരണം ഇപ്പോൾ ഉറുദു ഹിന്ദി ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ ആ ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, പഠനത്തിന് അല്ലേ. പഠനവും അതുപോലെ പാട്ടും രണ്ടും കൂടി. അപ്പോൾ പ്രൊഫഷണലായിട്ട് പാട്ട് പാടാനാണോ താല്പര്യം? പ്രൊഫഷണലായിട്ട് നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പോകലുണ്ട്. ഏതെങ്കിലും വലിയ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ കയറാൻ താല്പര്യമുണ്ടോ? അത് കയറിയിട്ടുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടുള്ളതല്ലാതെ TV ചാനലുകളിൽ താല്പര്യമുണ്ട്, ടിവിയിലൊക്കെ പോവാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഒരു വിധി എത്തിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനത്തെ ചാനലൊക്കെ പറഞ്ഞാൽ ഈ വ്യത്യസ്തരായിട്ടുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഉമ്മയും മക്കളും കൂടി പാട്ട് പാടുന്നാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ പോകാൻ താല്പര്യമുണ്ടല്ലോ അല്ലേ? താല്പര്യമുണ്ട്. ഓക്കെ, എന്തായാലും വലിയൊരു പാട്ടുകാരിയായിട്ട് നാളെ ഭാവിയിൽ എന്തായാലും വലിയൊരു പാട്ടുകാരിയായിട്ട് അറിയപ്പെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദെൻ ബൈ. ഇങ്ങനെ ബൈ ബൈ.